ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI സമര പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. തകർന്നു കിടക്കുന്ന പെരുമ്പടപ്പ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക, കായലിലെ ഏക്കൽ നീക്കി വേലിയേറ്റ ദുരന്തത്തിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായി കാൽനട പ്രചരണ ജാഥ നടത്തി. റോഡ് നിർമ്മിക്കുന്നതിന് തുക അനുവദിച്ചിട്ടും നിർമ്മാണം നടത്താതെ കുഴി അടക്കൽ മാത്രം ചെയ്യുന്നത് ജനദ്രോഹ നടപടിയാണ്. ഇതിനെതിരെയാണ് CPI സമരം. ജാഥ CPI ഇടക്കൊച്ചി ലോക്കൽ സെക്രട്ടറി NE അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPI ഇത്തരത്തിലുള്ളൊരു സമര പ്രചരണ ജാഥയുമായി ഇറങ്ങിത്തിരിച്ചത്. ഒന്ന്, പെരുമ്പടപ്പ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക. രണ്ട്, കായലിലെ എക്കൽ നീക്കം ചെയ്ത് വേലിയേറ്റ ദുരിതത്തിന് പരിഹാരം കാണുക. മൂന്ന്, സർക്കാർ അനുവദിക്കുന്ന തുക ഉപയോഗിക്കുവാൻ അനാസ്ഥ കാട്ടുന്ന MLA തൻ്റെ നിലപാട് തിരുത്തുക. ഞങ്ങൾ ഈ 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടൊരു സമരത്തിലേക്ക് ഇറങ്ങുന്നത് തികച്ചും കാലിക പ്രസക്തമായ ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ്. ശ്രീമാൻ K. ബാബു തൃപ്പൂണിത്തുറയുടെ MLA ആയിട്ട് 30 വർഷം കഴിഞ്ഞു. പള്ളുരുത്തി മണ്ഡലം ഉൾപ്പെടെയുള്ള കൊച്ചി മണ്ഡലം ഉൾപ്പെടെയുള്ളവ ഡീലിമിറ്റേഷൻ പദ്ധതി പ്രകാരം MLA ആയതിനു ശേഷം അത്രയും കാലം ആയിട്ടില്ല എങ്കിൽ പോലും തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിന്റെ MLA ആയിരുന്ന ശ്രീമാൻ K. ബാബു നാളിതുവരെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളൊന്നെടുത്ത് പരിശോധിച്ചാൽ വട്ടപ്പൂജ്യമാണ് എന്ന് വ്യക്തമായിട്ട് പറയുവാൻ കഴിയും. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. തൃപ്പൂണിത്തുറ രാജനഗരിയിലെ ഏതെങ്കിലും ഒരു റോഡ് വീതി കൂട്ടി നടപ്പിലാക്കുവാനായിട്ട് ശ്രീമാൻ K. ബാബു MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. ജാഥ ക്യാപ്റ്റൻ കൗൺസിലർ CN രഞ്ജിത്ത് മാസ്റ്റർ, വൈസ് ക്യാപ്റ്റൻ VV വിനു, ഡയറക്ടർ KP മണിലാൽ, NA ജനം മേജയൻ, MS ഷാനേജ്, S ലാലൻ, AIYF മണ്ഡലം സെക്രട്ടറി PR ആദർശ്, PMA റഹീം തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. കുമ്പളങ്ങി വൈ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രചരണ ജാഥ പെരുമ്പടപ്പ് റോഡിലൂടെ കടന്ന് ഇടക്കൊച്ചി വില്ലേജ് ഓഫീസിന് സമീപം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.